കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? അടിപൊളി ഒരു കുലാവി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് മേറാജായിട്ട് നമ്മൾ ഗോതമ്പം കൊണ്ട് കുലാവി ഉണ്ടാക്കണം. ഇത് മെഹ്റാജിൻ്റെ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ കുലാവി ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ. ഗോതമ്പ് രാവിലെ അടുപ്പത്തിട്ടതാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചാലോ കുത്തിയൊടിച്ച് കണ്ട് നല്ലോണം കുത്തിയൊടിച്ച് കായാക്കുക. കട്ട ഉണ്ടാകാതെ കുത്തിയെടുക്കണം. ഇനി ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ആദ്യം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇത് കുറച്ച് തേങ്ങയും നല്ല ജീരകവും ഏലക്കായും അരച്ചെടുത്തതാട്ടോ. ഒരു കയ്യിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് തേങ്ങ, ശർക്കര ഒരുക്കി കെട്ടിയിട്ടുണ്ട്. അതിന് ഇതിലേക്ക് അരിച്ചെടുക്കുക. ശർക്കര അരച്ചണം, അല്ലെങ്കിൽ ചണ്ടി ഉണ്ടാവും. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കണം കേട്ടോ. നല്ലോണം കറണ്ട് അടുപ്പത്തുമാണ്. അടിക്കൊക്കെ പിടിച്ച് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ഉടച്ച് വെച്ച ഗോതമ്പ് ഈ ശർക്കര പാനിക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം എത്ര വേണ്ടത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് എത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ച ആ തേങ്ങയും നല്ല ജീരകവും ഏലക്കായുടെയും നല്ലോണം അരച്ച് വെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ജീരകപ്പൊടിയും ഏലക്കായും പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇത്തിരിയായിട്ട് അരഞ്ഞിട്ടില്ലല്ലോ. അപ്പം കുറച്ച് തേങ്ങയും കൂട്ടി ഒരു കയ്യിൽ അരിപ്പൊടി എടുത്ത് വെച്ചില്ല, വറുത്ത അരിപ്പൊടി. അത് ഞാൻ അതിലേക്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കാണാനില്ല. അരിപ്പൊടിയും ഗോതമ്പ് കലക്കി ഒഴിച്ചാൽ കൈയൊക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തു. ആ വീഡിയോ കാണാനില്ല, അത് എവിടെ പോയാകും. തിളക്കുന്നത് വരെ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചും. കാവ കാച്ചുക എന്നാണ് പറയല്. ഈ ഇളക്കലിനാണ് കാച്ചാറുന്നത്. കാരണം പാല് കാച്ചണതിരിക്ക് തന്നെ ഇത് അടി പിടിച്ചാതെ ഇളക്കി കൊടുക്കണം. തിളച്ച് കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ള കുലാവി ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ. ഇതിപ്പം കുറച്ച് ലൂസായി കൊണ്ടാണ്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇത് നല്ല കട്ടിയായി വരും. ചൂടാറുമ്പോട്ടോ നല്ല കട്ടിയായാൽ കുടിച്ചാനൊരു ഗതികേട്. അങ്ങനെ ഇതാണ് പാകം.